ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാർ കളക്ഷൻ വീഡിയോ ആട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, പിന്നെ മെസ്സേജ് കമൻറ്റും ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ എടുക്കാം. അധികം വണ്ടികളൊന്നും ഇല്ല, എൻ്റെ അടുത്തുള്ള വണ്ടികളാട്ടോ ഗൈസ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കാറുണ്ട്. ഇത് ഞാൻ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള എല്ലാ കാറും ഞാൻ ബ്ലൂ ആക്കിയിട്ടോ. വണ്ടികളൊക്കെ ഞാൻ ടാക്സി ആകേണ്ടത്, ഈ വണ്ടി ഞാൻ പിന്നെ ഈ കളർ തന്നെ ടാക്സി ആകേണ്ടത് ഉണ്ട്. ഇത് ഞാൻ ഇന്ന് എടുത്ത കേട്ടോ, ഞാൻ ഓൺലൈനിൽ കയറിയിട്ട് വാങ്ങിച്ച വണ്ടി 40,000 രൂപയ്ക്ക്. എൻ്റെ അടുത്തത് ഈ വണ്ടി കേട്ടോ, ലാഡ വാസ് 2107. ഞാനിതും കൊണ്ട് കുറച്ച് ഓഫ് റോഡൊക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ വേണ്ടിയിട്ട് നമ്മുടെ കോക്രോച്ചിനകത്തുള്ള ഓഗിയുടെ ചേട്ടനില്ല ജാക്ക്, അപ്പോൾ ജാക്കിൻ്റെ എഡീഷൻ പോലെ കേട്ടോ അതിന് വണ്ടി ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത് വന്നേക്കുന്ന ഹോണ്ട ജാസ് 8. ഇത് ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടാണ് കേട്ടോ. ഈ അപ്ഡേറ്റിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, ഈ ഡൗൺലോഡ് ഓപ്ഷൻ വന്നില്ല, പിന്നെ ഞാനിത് ഇവിടെ തന്നെ അങ്ങോട്ട് ഇട്ട്. ഇത് ഞാൻ ഒരു പ്രാവശ്യം മൗണ്ടനിൽ പോയപ്പോൾ അവിടെ ഒരു മച്ചാൻ ഈ വണ്ടി 100 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാനിത് 100 രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിയിട്ട് റിസ്റ്റ് ബോക്സൊക്കെ ഞാൻ വെച്ചത്. ഓക്കെ, ഇനി അടുത്തതുള്ള ഈ വണ്ടി കേട്ടോ, ഇത് ലാഡ പ്രിയോറയാണ്. ഇതും എനിക്കൊരു എനിക്ക് മുമ്പ് ഈ വണ്ടി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ആ വണ്ടി പിന്നെ ഈ വണ്ടി ഉള്ളത് അതുകൊണ്ട് ഞാൻ ആ വണ്ടി കൂടെ മേടിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആ വണ്ടി പോയിട്ട് ഇനി ഈ വണ്ടി വന്നു കേട്ടോ. ലൈറ്റ് പോലൊക്കെ സെറ്റ് ചെയ്തുണ്ട് നമുക്ക്, പക്ഷേ ലൈറ്റ് വർക്കാവില്ല. ഇതും ഞാൻ മോഡിഫൈ ആയിട്ട് ഇപ്പോൾ വെറുതെ വാങ്ങിച്ചിട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ എവിടെയൊക്കെയോ ഒരു മാരുതി 800-ൻ്റെ ഒരു ലുക്കില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടേക്കുന്നത്. പിന്നെ ഇത് ഞാൻ ചുമ്മാ ഒരു ട്രാവലർ പോലെ സെറ്റാക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ. ഇത്ര കേട്ടോ ഇതിൻ്റെ വർക്ക്. പിന്നെ അടുത്ത നമ്മുടെ റുബിക്കോൺ കേട്ടോ. റുബിക്കോൺ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റ് ബ്ലൂ കളറാട്ടോ ഇപ്പോൾ വണ്ടിക്ക് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഈ വണ്ടി പിന്നെ റിവീൽ ചെയ്യുന്നൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അടുത്തത് നമ്മുടെ മിനി കൂപ്പർ. പിന്നെ ഈ വണ്ടിയൊക്കെ ഞാൻ വെറുതെ പൈസ ഉള്ളതിന് വേണ്ടി വാങ്ങിച്ചിട്ടേക്കുന്ന വണ്ടിയാണ്. അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒത്തിരി നാളായി. ആദ്യമൊക്കെ മേടിച്ചപ്പോൾ ഒക്കെ ഓടിക്കുമായിരുന്നു. ഇത് നമ്മൾ ടാക്സി കാർ പോലെ ആക്കാൻ വേണ്ടി വെച്ചാട്ടോ ഈ വണ്ടി. പിന്നെ ഈ വണ്ടി ഇതുപോലെ ചെയ്ത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടാനുണ്ട്, ഫ്രീ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് കൊണ്ടുണ്ട്, അവൻ ഈ സെയിം കളർ തന്നെ. അപ്പോൾ ഞാൻ ഈ സെയിം കളർ തന്നെ വെച്ചാണ്. ഇത് ടാക്സി റെസിറ്റ് പക്ക സ്മൂത്താട്ടോ ടാക്സി ഡ്രൈവിനൊക്കെ. ടാക്സിക്കൊക്കെ പോകണമെങ്കിൽ ഈ വണ്ടി വാങ്ങിച്ചോടിച്ചോ, അടിപൊളിയാണ്. പിന്നെ അടുത്തത് എനിക്കൊരു മച്ചാൻ 1 രൂപയ്ക്ക് വന്നു. ഞാൻ സിറ്റി മണ്ണിൽ ഇപ്പോൾ മലയാളിയാവാൻ ചാൻസില്ല, വേറെ പുറത്തുനിന്നുള്ളവരൊക്കെ അവരെനിക്ക് തന്നു കേട്ടോ. നമ്മുടെ സ്റ്റുവേർട്ട് ലിറ്റിൽ കാർട്ടൂണിനകത്തുള്ള ഒരു വണ്ടി കേട്ടോ. ആ കാർട്ടൂണൊന്നും ഇപ്പോൾ ഇല്ല, എന്നിട്ടുള്ള ആ സ്റ്റുവേർട്ട് യൂസ് ചെയ്യുന്നു, കണ്ടവർക്ക് മനസ്സിലാവും. ഇനി നമ്മുടെ ഷാജി പാപ്പൻ്റെ ലുക്ക് ഒരു വാഹനം കേട്ടോ, അതുപോലെ ഞാൻ നോക്കി ചെയ്യുക. ഈ മേളിൽ ഫ്രണ്ടിലാക്കി ഫ്രണ്ട് ഈ ബ്ലൂ വന്നിരിക്കും, അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ എനിക്കൊരു മച്ചാൻ തന്നു കേട്ടോ. എനിക്ക് സെല്ല് ചെയ്ത് എനിക്ക് ഈ വണ്ടി ഇത്രയൊക്കെ ഞാൻ മറന്നുപോയി. ഇത് അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ BMW ലോഗോ ആണ്, BMW എഴുതിയിട്ടില്ല. ഓക്കെ, പിന്നെ അടുത്ത നമ്മുടെ വിൻറ്റേജ് ബെൻസ്. ഇത് ഞാനൊരു മാഡ് മാക്സ് പോലെ ആക്കാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട് ഈ വണ്ടി ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അടുത്ത് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് വാങ്ങിച്ച വണ്ടി കേട്ടോ. ഇതും ടാക്സി ഡ്രൈവിന് പറ്റിയ വണ്ടി. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതാക്കാൻ പറ്റും, ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇതിപ്പോൾ റേസിങ്ങിൻ്റെ വെച്ച്, ഇതിപ്പോൾ നോർമൽ ഒരു കാറിൻ്റെ ഇത് കണ്ടോ, സ്റ്റാൻഡേർഡ്. പിന്നെ ഇത് ലോഡിങ് ആകുമ്പോൾ കസ്റ്റമർ, അങ്ങനത്തെ. ഇതിനാകെ 5,40,000 ഉള്ളൂ. ഇത് കഴിഞ്ഞ അപ്ഡേറ്റ് വന്നു. ഇത് ലാഡയുടെ തന്നെ വണ്ടി കേട്ടോ. ഇത് 4x4, ഇതൊക്കെ ഓഫ് റോഡിന് പറ്റിയ വണ്ടി. പിന്നെ അടുത്തത് ഈ വാൻ എനിക്ക് ഓടിച്ച് നോക്കണമെന്ന് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ നവൻവൈറ്റിയുടെ കയ്യിലൊക്കെ ഈ വണ്ടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനൊന്ന് ചുമ്മാ എടുത്ത് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതും ഞാൻ ട്രോപ്പിക്സിൽ പോയപ്പോൾ അവിടെ സെല്ലിനിട്ട ഒരു വണ്ടി കേട്ടോ. ഇത് കിട്ടിയപ്പോൾ ഇതിൻ്റെ ഓണർ ഈ തുരുമ്പൊക്കെ പിടിച്ച പോലത്തെ ഒരു ഡിസൈൻ, ഞാൻ അതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇതുപോലെ ആക്കിയത്. പിന്നെ ഇതാട്ടോ ഒരു കുഞ്ഞു വണ്ടി. ഇത് മൂട്ടാവണ്ടി എന്നാണ് ഈ വണ്ടി. അപ്പോൾ ഇത് ഓപ്പലിൻ്റെ ഏതോ കണ്ട് വണ്ടി, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ ഇത്
ഈ വണ്ടി ഞാൻ ഇത് വാങ്ങിയതാണ് 10,000 രൂപയ്ക്ക് ഓൺലൈനിൽ നിന്ന്. ആ മച്ചാൻ ഞാൻ 10,000 രൂപയ്ക്ക് അന്ന് തന്നെ സമ്മതിച്ചു. ഇത് നമ്മുടെ NFS ഗെയിമിലെ BMW M3 GTR ആട്ടോ ഇത്. ഇപ്പം എൻ്റെ പേര് സാത്താൻ സേവിയർ എന്നൊക്കെ കേട്ടോ. ഇത് ഞാൻ സെല്ലിന് വെച്ചാണ്. ഇപ്പം ഞാനിത് സെല്ല് ചെയ്യുന്നില്ല. ഞാൻ അന്നേരത്തെ ഇതിന് വാങ്ങി വെച്ചാൽ ഫസ്റ്റ് ഓൺലൈൻ റൂമിൽ കയറിയപ്പോൾ. പിന്നെ ഇത് നമ്മുടെ സിവിക്ക് അത്ര വലിയ വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ. ആകെ കാരണങ്ങളിലും പിന്നെ ബോയ്സ് ഏജൻസും നോട്ടൊന്നും ഇട്ടേക്കുന്നത്. പിന്നെ സിവിക്ക്, പിന്നെ നമ്പർ പ്ലേറ്റ് ഞാൻ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് നമ്മുടെ X7. ഇതെനിക്കൊരു മച്ചാനെ ഞാൻ ട്രോപ്പിക്സിൽ ഓൺലൈൻ റൂമിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തൊരു ബെൻസിൻ്റെ ഒരു AMG ഉണ്ടായിരുന്നേ. ഇത് കൊണ്ട് ബാക്കിലൊക്കെ ഡോറുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടി കിട്ടി. ഭയങ്കര ഇഷ്ടമായി വണ്ടി. പിന്നെ ഇത് ഫിയറ്റിൻ്റെ ഡിംബ്ലിങ്ങോ എങ്ങനെ അങ്ങോട്ട് വേറെ ഉണ്ട്. ഞാനിത് ആദ്യം കിയയുടെ വണ്ടിയാണ് ആദ്യം വിചാരിച്ചേ വണ്ടി. ഞാനതിൽ ഗ്രാഫിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഡിജവാൻ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മച്ചാണ് 83,000 രൂപയ്ക്ക് എനിക്കിത് സെല്ല് ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രമായിട്ട് സെല്ല് ചെയ്യത്തില്ല, വേറെ പ്ലെയേഴ്സിന് മാത്രം അങ്ങനെ സെല്ല് ചെയ്തിട്ട്. ഇത് പോലീസിൻ്റെ ആട്ടോ. ഞാനിത് പിന്നെ പ്രോ ഗെയിം പ്ലെയറും പിന്നെ ഡിഫറെൻറ്റ് മോൺസ്റ്ററിനൊക്കെ പറയുന്നത് ഈ ട്രക്കുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ M5. ഇത് നമ്മുടെ ഒഗിനെ കുറച്ചൊക്കെ ലോഗിയുടെ എഡീഷൻ പോലെ ആക്കിയിരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അടുത്ത നമ്മുടെ LC ലാൻഡ് ക്രൂസറിൻ്റെ 800 സീരീസിലെ വണ്ടി. ഇത് ഞാൻ പജീറോ പോലെ ആക്കിയേക്കുന്നത് കേട്ടോ ഗൈസ്. ആ പജീറോ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയായിട്ട് ഇത് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് പിന്നെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വണ്ടി. ഞാനിത് കുറച്ച് HP ഒക്കെ കൂട്ടിയതേ ഉള്ളൂ. നമ്മുടെ കള്ളിഞ്ഞാൻ ഇത് കൊടുത്തിട്ട് ഞാൻ പൈസ വാങ്ങാൻ വേണ്ടി ഇരിക്കും കേട്ടോ. ഈ വണ്ടി കൊടുത്തിട്ട് 1295. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ പേപ്പാപ്പിനകത്തുള്ള ജോർജിനെ ഞാൻ ഇതിനകത്ത് വരച്ചിതാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കാർ കളക്ഷൻ. അപ്പോൾ ഇനിയും ഒത്തിരി വണ്ടികളൊക്കെ വാങ്ങണം. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മേടിച്ചിട്ട് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മാക്സിമം കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.